ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 നോക്കി ജനറൽ അനസ്തേഷ്യ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഇൻഹലേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വോളറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോൺ വോളറ്റിൽ ആയിട്ടുള്ള ഇൻട്രാവീനസ് അനസ്തെറ്റിക്സാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രാവീനസ് എന്ന് പറഞ്ഞാൽ പാരൻ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ IV അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മൾ ഡ്രഗ് ബ്ലഡിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷനിലോ എത്തി എന്ന് നമ്മൾ എൻഷുർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമ്മൾ ഇൻട്രാവീനസ് അനസ്തീഷ്യ നമ്മൾ കൊടുക്കുന്നത് പാരൻ്റലി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതുമാത്രമല്ല, ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മോണിറ്ററിങ് നമ്മളും കാര്യങ്ങളും ചെയ്യും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ചില ആക്ടിവിറ്റീസൊക്കെ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമാണോ, നമ്മൾ IV കൊടുക്കുമ്പോൾ സംഭവിക്കുക, റാപ്പിഡ് ആയിട്ടുള്ള വൺ സെറ്റ് പെട്ടെന്ന് നമുക്ക് ആക്ഷൻ കിട്ടും. ഡ്യൂറേഷൻ നമുക്ക് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അതായത് അനസ്തേഷ്യ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, റാപ്പിഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. സോ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ഇതിൻ്റെ ആവശ്യം നമുക്ക് അധികമായി വരുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മെത്തോഹെക്സിറ്റാൽ സോഡിയം അല്ലെങ്കിൽ മെത്തോഹെക്സിറ്റോൺ സോഡിയം ആണ്. സോ കെമിക്കൽ നെയിം സോഡിയം 5 അലൈൽ 1 മീഥൈൽ 5 ബാർബിച്ചുറേറ്റ് 246 പിരിമിഡി നെട്രയോൺ അല്ലെങ്കിൽ 1 മീഥൈൽ 5 സോഡിയം സോൾട്ട് USP ആണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ കെമിക്കൽ നെയിം. ഞാൻ പറയുന്നത് പോലെ കെമിക്കൽ നെയിം ഒന്നും പഠിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ 10 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ കെമിക്കൽ നെയിമും കൂടെ എഴുതിയാൽ നമുക്ക് നന്നായിരിക്കും. പിന്നെ ചില ആൾക്കാർ കെമിക്കൽ നെയിം പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിന് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുവാണെങ്കിൽ ഈ മെത്തോഹെക്സിറ്റൽ സോഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് എക്സ്റ്റെൻസീവായിട്ട് ഹൈഡ്രോഫോബിക് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. അതായത് ലിപ്പിഡ് ഓർ വാട്ടർ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ് ഉണ്ട് എന്നർത്ഥം. അതായത് ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് തന്നെയും അല്ലെങ്കിൽ ലിപ്പിഡ് വാട്ടർ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയും CNS ക്രോസ് ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ, CNS പെനിട്രേറ്റ് ചെയ്യാൻ ഫ്യൂ സെക്കൻഡിൽ തന്നെ IV ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യും, CNS ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം CNS ആക്ടിങ് ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് CNS ഡിപ്രസ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കോൺഷ്യസ്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അൺകോൺഷ്യസ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് അവർക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്താണ്, CNSൽ അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ CNS അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ. അതുമാത്രമല്ല, റീഡിസ്ട്രിബ്യൂഷൻ ബോഡിയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ഇറ്റ് അണ്ടർഗോസ് റാപ്പിഡ് മെറ്റബോളിക് ഇനാക്ടിവേഷൻ, റെസിമി മിക്സ്ചർ ഈസ് യൂസ്ഡ്. സോ റാപ്പിഡ് മെറ്റബോളിക് ഇനാക്ടിവേഷൻ നടക്കുന്നുണ്ട്, റെസിമി മിക്സ്ചർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ നമുക്ക് ഇത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല. സോ ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും കുറവാണ്. ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം കേട്ടോ. സ്ട്രക്ചർ പഠിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. സോ നമ്മൾ സ്ട്രക്ചർ പഠിക്കാൻ പോകുന്നത് ഒരു മീനായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു മീനെന്ന് പറയുമ്പോൾ മീൻ എന്തുണ്ട്, മീന് വായുണ്ട്, കണ്ണുണ്ട്. സോ ഈ മീന് ഒരു സാധനം കൊണ്ടുപോവാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മീനിന് നമ്മൾ കണ്ണ് വരയ്ക്കാൻ പോവുകയാണേ. സോ മീനിനൊരു വായു ഉണ്ട്, ഇതാണ് മീനിൻ്റെ ഭാഗം. മീൻ ഒരു സാധനത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സോ മീനിന് കണ്ണുണ്ട്, മീനിൻ്റെ കണ്ണാണ് N. ഓക്കെ, N. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി എന്തുണ്ട്, മീനിന് ചിറകുണ്ട്. ചിറക് ഇൻ ദ സെൻസ് ചെകിള, അതിട്ടാണല്ലോ, ചെകിളയല്ല അതിൻ്റെ ചിറക്, അതിട്ടാണല്ലോ അത് ഓടുന്നത് അല്ലേ. സോ ആ ചിറകാണ് ഡബിൾ ബോണ്ട് O. ഓക്കെ, ഡബിൾ ബോണ്ട് O. ഇനി അതിന് വാലുണ്ട്. സോ ഇതാണ് അതിൻ്റെ വാല്. ഓക്കെ, വാല് കിട്ടിയല്ലോ. ഇനി വാലിൽ ആരുണ്ട്, മേലെ ആണെങ്കിൽ CH2 CH ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. താഴെയാണെങ്കിലോ അവിടെയും CH ഉണ്ട് കേട്ടോ, സെയിം CH ഉണ്ട്. തൊട്ട് താഴെ ഉണ്ട് CH3 ഉണ്ട്. പിന്നെ CH ഡബിൾ ബോണ്ട് CH2 CH3 അങ്ങനെയുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ N വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ NH ആക്കണം അല്ലേ. സോ NH ആക്കി. സോ ഇവിടെ തൊട്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, CH3 കൊണ്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ആര് കൊണ്ടുപോകുന്നുണ്ട്, NaOയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു മീനിനെ സങ്കല്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മെത്തോഹെക്സിറ്റൽ സോഡിയം
വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, മറന്നു പോവില്ല. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഒരു ബെൻസിൻ റിങ് വരയ്ക്കും, എന്നിട്ട് നമ്മൾ പിന്നെ ഫർദറിൽ നമ്മൾ അറ്റാച്ച് ചെയ്യൽ ചെയ്യുക. അങ്ങനെ പഠിക്കേണ്ട. ഇപ്പോൾ ഒരു മീനിനെ സങ്കല്പിച്ചത്, മീനിന് എന്നുള്ള 2 കണ്ണുണ്ട്, അതൊരു സാധനം കൊണ്ടുപോകുന്ന NaOയാണ്, അതിന് 2 ചിറകുണ്ട്, അത് ഡബിൾ ബോണ്ട് ഓയാണ്, അതിൻ്റെ വാല് CH2 അല്ലെങ്കിൽ CH ഉണ്ട് എന്നാലിക്കുക, വാല് CH ഉണ്ട്. ഫസ്റ്റ് വാല് CH2 CH ഡബിൾ ബോണ്ട് CH2 ആണ്, രണ്ടാമത്തിൽ CH സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH2 CH3 ആണ്. ഈ CHനോട് CH3 അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സ്ട്രക്ചർ പഠിച്ചു അല്ലേ. സോ ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് മെത്തോ ഹെക്സിറ്റാലിൻ്റെ ഡോസാണ്. അതായത് IV ആയിട്ട് കൊടുക്കുവാണ്, നമ്മൾ IV ആയിട്ടും കൊടുക്കും, റെക്ടൽ റൂട്ടും കൊടുക്കും. സോ ഫോർ ഇൻട്രാവീനസ് ആൻഡ് റെക്ടൽ റൂട്ട് ആണെങ്കിൽ 10 mg/ml, കണ്ടിന്യൂസ് ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ 2 mg/ml ആണ്. ഫോർ ഇൻട്രാമസ്കുലർ ആണെങ്കിൽ 50 mg/ml ഈസ് യൂസ്ഡ്. സോ നമുക്കിത് ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഡോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ വൈറ്റ് ഹൈഗ്രോസ്കോപ്പിക് പൗഡർ ആണ്, ഓർഡർലെസ് ആണ്, പിന്നെ ആൽക്കലൈൻ ടു ലിറ്റ്മസ് ആണ്, സോലുബിൾ ഇൻ വാട്ടർ ആണ്. സോ ഇത് നമുക്കൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. ഇനി നമുക്ക് അറിയേണ്ടത് മെത്തോ ഹെക്സിറ്റൽ പ്രൊഡ്യൂസ് മോർ റാപ്പിഡ് റിക്കവറി ഫ്രം അൺകോൺഷ്യസ്നെസ് ദാൻ തയോപെൻറ്റാൽ. സോ തയോപെൻറ്റാലിനെ വെച്ച് മെത്തോ ഹെക്സിറ്റൽ കമ്പയർ ചെയ്യുമ്പോൾ റാപ്പിഡ് റിക്കവറി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതൊക്കെ ഫാർമക്കോളജിക്കൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. നമുക്ക് ഇവിടെ അധികം യൂസ് ഒന്നുമില്ല. നമുക്കിനി യൂസസ് നോക്കാം. എന്താണ്? ഒന്ന് പൊട്ടൻ്റ് ആണ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. എന്താണ്? ഷോർട്ട് ഡ്യൂറേഷൻ ആക്ഷൻ ആണ്, പൊട്ടൻ്റ് ആണ്. ഓക്കെ. 2 ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യ ത്രൂ ഇൻട്രാവിനസ് അഡ്മിനിസ്ട്രേഷൻ. IV കൊടുത്താൽ അനസ്തേഷ്യ നമുക്ക് കിട്ടും. ഇനി അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് 2 അഡ്വാൻറ്റേജ് ഓവർ തയോപെൻറ്റൽ സോഡിയം. തയോപെൻറ്റൽ സോഡിയം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെത്തോ ഹെക്സിറ്റാൽ സോഡിയത്തിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, 2 ഉണ്ട്. ഒന്ന്, നമ്മുടെ ഫാറ്റി ടിഷ്യൂവിനോട് അഫിനിറ്റി കാണിക്കുന്നുണ്ട്. 2, ഗ്രേറ്റർ പൊട്ടൻസി ഉണ്ട് എന്നാണ്. സോ ബേസിക്കായിട്ട് ഈ മെത്തോ ഹെക്സിറ്റാൽ സോഡിയം പഠിക്കുമ്പോൾ സ്ട്രക്ചർ പഠിക്കുക, അതിൻ്റെ യൂസ് പഠിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും അധികം പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സിന്തസിസ് ഓഫ് മെത്തോ ഹെക്സിറ്റാൽ സോഡിയം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഉറപ്പായിട്ടും ചോദിക്കും. 5 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഫുൾ എഴുതുക. ഇനി 10 മാർക്കിന് ചോദിക്കുവാണ്, അതിൽ 5 മാർക്കിൻ്റെ സബ് ഡിവിഷൻ ആണെങ്കിലും ഇത് എഴുതുന്നതിൽ നമുക്ക് എളുപ്പമാണ്. ചില ആൾക്കാർ ഇത് മാത്രം പഠിക്കും, ചില ആൾക്കാർ ഈ ഒരു സിന്തസിസിൻ്റെ ടോട്ടലി വരച്ച് പഠിക്കുകയാണ് ചെയ്യുക. സോ വരച്ച് പഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് വൺ ഈസ് ഗ്രിഗ്നഡൈസേഷൻ നടക്കുവാണ്. എന്തിൻ്റെ? 1-ബ്യൂട്ടനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് വിത്ത് അസറ്റാൽഡിഹൈഡ്. സോ നമുക്കിവിടെ ഉണ്ടാക്കേണ്ട സാധനം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. നമുക്ക് ഉണ്ടാക്കേണ്ട സാധനം ഈത്തയിൽ സയാനോ അസറ്റേറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? ഈത്തയിൽ സയാനോ അസറ്റേറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെക്കാനിസം ആക്ഷൻ നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ വരച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇത് എഴുതാം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ആ സ്ട്രക്ചേഴ്സ് ഓർമ്മ കിട്ടില്ല, അല്ലെങ്കിൽ വരച്ച് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ എഴുതാം. സോ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് വൺ, ഈത്തയിൽ സയാനോ അസറ്റേറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ 1-ബ്യൂട്ടനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡും അസറ്റാൽഡിഹൈഡും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രിഗ്നഡൈസേഷൻ നടത്തുന്നു. ഓക്കെ. എന്തൊക്കെയാണ്? 1-ബ്യൂട്ടനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡും അസറ്റാൽഡിഹൈഡും. ഓക്കെ. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കുന്നു. സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ റിസൾട്ടിങ് ആൽക്കഹോൾ, നമുക്ക് ആൽക്കഹോൾ കിട്ടി. അതിൻ്റെ കൂടെ PCl5 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2-chloro-3-pentanal കിട്ടും. ഓക്കെ. ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് 1-ബ്യൂട്ടനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡും അസറ്റാൽഡിഹൈഡും കൂടെ ഒരുമിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ആൽക്കഹോൾ കിട്ടുന്നു. അതിൻ്റെ കൂടെ PCl5 നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് 2-chloro-3-pentanal. സോ നമുക്കില്ലെങ്കിൽ ഈതയിൽ സയാനോ അസറ്റേറ്റ് കിട്ടിയെന്നായാലും പറയാം. ഓക്കെ. സോ എന്താണ്? 1-ബ്യൂട്ടനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് പ്ലസ് അസറ്റാൽഡിഹൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആൽക്കഹോൾ കിട്ടുന്നു. സോ അതിൻ്റെ കൂടെ നമ്മൾ PCl5 ആഡ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? ഈതയിൽ സയാനോ അസറ്റേറ്റ് കിട്ടി. ഓക്കെ അല്ലേ? ഇത് പഠിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? therefore by its condensation with ethyl cyanoacetate in the presence of sodium ethylate. സോ നമ്മൾ സോഡിയം
എത്തലേറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ഈ സാധനത്തിനെ കണ്ടൻസേഷൻ ചെയ്യുന്നു. സോ ഈ കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യുന്നു, സോഡിയം എത്തലിനേറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ കണ്ടൻസേഷൻ ചെയ്യുന്നു. സോ ഫർദർലി കണ്ടൻസേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, റിസൾട്ട് പ്രൊഡ്യൂസ് വിത്ത് അലൈൽ ബ്രോമൈഡ് കിട്ടും. എന്ത് കിട്ടും, അലൈൽ ബ്രോമൈഡ്. അത് പിന്നെ ഈഥൈൽ അലൈൽ സയാനോ അസറ്റേറ്റ്, അതായത് നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഈഥൈൽ സയാനോ അസറ്റേറ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് കിട്ടി, ഈഥൈൽ അലൈൽ സയാനോ അസറ്റേറ്റ് കിട്ടി. നമുക്ക് ഓൾറെഡി ഈഥൈൽ സയാനോ അസറ്റേറ്റ് ഉണ്ട്, അവിടെ സയാനോ അസറ്റേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അലൈൽ സയാനോ അസറ്റേറ്റ് കിട്ടി. സോ ഇതൊക്കെ ഷോർട്ട് ഫോംസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് കേട്ടോ. സോ കണ്ടൻസേഷൻ വിത്ത് എൻ മീഥൈൽ യൂറിയ. സോ അലൈൽ സയാനോ അസറ്റേറ്റിൻ്റെ കൂടെ എൻ മീഥൈൽ യൂറിയ വെച്ച് കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ സബ്സിക്വൻറ്റ് ന്യൂട്രലൈസേഷൻ വിത്ത് NaOH കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മെത്തോ ഹെക്സിറ്റാൽ സോഡിയം കിട്ടും. ഓക്കെ അല്ലേ? സോ ഇനി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈഥൈൽ സയാനോ അസറ്റേറ്റ് സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ അല്ലേ? അതിൽ നിന്ന് എന്ത് കിട്ടി, ഈഥൈൽ അലൈൽ സയാനോ അസറ്റേറ്റ് കിട്ടി. ഓക്കെ അല്ലേ? അതിൽ നിന്ന് എന്താ കിട്ടുക, മെത്തോ ഹെക്സിറ്റാൽ സോഡിയം കിട്ടി. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് നടക്കുന്ന കാര്യം. സോ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക, എന്നിട്ട് ഇതിനിടയിൽ എന്ത് ചെയ്യുക, ഇൻകോപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നിങ്ങളിവിടെ സിന്തസിസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ സിന്തസിസ് നിങ്ങൾ പഠിക്കുക, ആ സെയിം തന്നെയാണ് ഇവിടെയുള്ളത്. സോ സിന്തസിസ് എന്ത് ചെയ്യുക, അത് പഠിച്ചതിന് ശേഷം, ആ പാരഗ്രാഫ് പഠിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടു പോകരുത്. ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ മെഡിസിൻ യൂസ് ആണ്. നമ്മൾ തയോപെൻറ്റോൺ സോഡിയം വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വൺ സെറ്റ് ഓഫ് ആക്ഷൻ കൂടുതലുമാണ്, സ്പീഡി റിക്കവറി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല ഷോർട്ട് സർജറിക്ക് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഗൈനക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ഓറൽ സർജറി, അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് തയോപെൻറ്റാൽ സോഡിയം ആണ് കേട്ടോ. സോ നമ്മൾ തയോപെൻറ്റാൽ സോഡിയം ഒരുപാട് കുറ്റം പറഞ്ഞു, മെത്തോ ഹെക്സിറ്റാൾ പറഞ്ഞപ്പോൾ അല്ലേ. സോ തയോപെൻറ്റാൽ ഒരു അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ് ആണ് തയോപെൻറ്റാൽ, നമുക്കറിയാം അല്ലേ. സോ കോമൺലി നമ്മൾ IV ആയിട്ട് കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല അനസ്തേഷ്യയിൽ നമ്മൾ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡ്രഗും കൂടിയാണ് തയോപെൻറ്റാൽ സോഡിയം എന്ന് പറഞ്ഞാൽ. സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ജനറൽ അനസ്തെറ്റിക് ആണ്. സോ ഇത് ഹൈലി ലിപ്പിഡ് വാട്ടർ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്. സോ അതുമാത്രമല്ല നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ നൈട്രസ് ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ബേസിക്സ് ആണ്, ഇതൊക്കെ ഫാർമക്കോളജിയാണ്, നമുക്കിവിടെ ആവശ്യമില്ല. സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ സ്ട്രക്ചർ നോക്കണം, പ്രോപ്പർട്ടീസ് നോക്കണം. പ്രോപ്പർട്ടീസ് ക്ലിയർ, കളർലെസ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്, നോൺ എക്സ്പ്ലോസീവ് ആണ്. സോ എയറോ ഓക്സിജൻ നമുക്ക് അനസ്തേഷ്യ കോൺസെൻട്രേഷൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ. സോ ഇവിടെ നമുക്ക് സ്ട്രക്ചർ പഠിക്കാൻ സെയിം തന്നെ പഠിക്കാം, ഇതും എളുപ്പമാണ്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മീനുണ്ട് അല്ലേ, മീൻ എന്തുണ്ട്, 2 കണ്ണുണ്ട്, സെയിം സാധനം തന്നെ, ഇവിടെ ഒരു ബോണ്ട് വരുന്നുണ്ട് അല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ എന്തുണ്ട്, അത് ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട്, എന്താണ്, NaS അല്ലേ. സോ അതിൻ്റെ കൂടെ 2 വിങ്സ് ഉണ്ട്, എന്താണ്, ഓക്സിജൻ കൊണ്ടുപോകുന്നുണ്ട്, ഡബിൾ ബോണ്ട് O കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഒരു വാലുണ്ട്. വാലിൻ്റെ പ്രത്യേകത എൻ്റെ ഇവിടെ C2H5ഉം ഇവിടെ താഴെ CH ആണ്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി CH3, CH2, CH3 ആണ്. സോ അതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ, പഠിച്ചില്ലേ, സിമ്പിൾ അല്ലേ. ഇവിടെ ജനറൽ അനസ്തെറ്റിക്സിൻ്റെ ഇൻട്രാവീനസ് ആണോ, അത് മീനായിട്ട് പഠിക്കുക, അത് മീനാണ്, എന്നാൽ നമുക്ക് സ്ട്രക്ചർ കിട്ടി. സോ ഈ ബേസിക് ഒരു സ്ട്രക്ചർ പഠിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 3 മാർക്ക് വീഴും. പിന്നെ ബാക്കി വരുന്ന ഈ അറ്റാച്ച്മെൻറ്റുകളിലാണ് ബാക്കി മാർക്ക് നമുക്ക് വീഴുക കേട്ടോ. സോ മെഡിസിൻ യൂസ് പറഞ്ഞാൽ പൊട്ടൻ അനസ്തെറ്റിക് ഏജൻ്റ് ആണ്, ഇപ്പോഴും നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലൈറ്റ് അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്, ഡീപ്പ് അനാൾജസിയ, അത് നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ ആണ് കൊടുക്കാനായിട്ട്. മസിൽ റിലാക്സേഷൻ ഉണ്ട്. സോ ഏതൊരു ജനറൽ അനസ്തേഷ്യയുടെയും ഇമ്പോർട്ടൻസ് മസിൽ റിലാക്സേഷൻ തന്നെയാണ് കേട്ടോ. സോ ഷോർട്ട് സർജറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ സ്ട്രക്ചറും മെഡിസിൻ യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ ആണ്. സോ എ ഫോം ഓഫ് ജനറൽ അനസ്തേഷ്യ ബട്ട് നോട്ട് നെസസറിലി കംപ്ലീറ്റ് അൺകോൺഷ്യസ്നെസ് കാരക്ടറൈസ്ഡ് ബൈ കാറ്റലപ്സി, കാറ്റോണിയ ആൻഡ് അംനീഷ്യ. സോ അതായത് ഈ ഡിസോസിയേറ്റ് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അവർക്ക് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആവണം എന്നില്ല, അത് കണ്ണു തുറന്ന് വെക്കാൻ പറ്റും എന്നർത്ഥം. എസ്പെഷ്യലി പ്രൊഡ്യൂസ്ഡ് ബൈ
ഫിനൈൽ സൈക്ലോഹെക്സലാമൈൻ കോമ്പൗണ്ട് ഇൻക്ലൂഡിങ് കീറ്റാമൈൻ. സോ കീറ്റാമൈൻ ആണ് ഏറ്റവും എക്സാമ്പിൾ. കീറ്റാമൈൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 2 മാർക്കിനൊക്കെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ആൻഡ് യുണീക് അനസ്തേഷ്യ കാരക്ടറൈസ്ഡ് ബൈ അനാൽജസിയ ആൻഡ് അംനേഷ്യ വൈൽ മിനിമൽ എഫക്ട് ഓൺ റെസ്പിറേറ്ററി ഫംഗ്ഷൻ. സോ റെസ്പിറേറ്ററി ഫംഗ്ഷനിൽ ഒന്നും ചെയ്യുന്നില്ല, അനാൽജസിയ കൊടുക്കുന്നുണ്ട്, അംനേഷ്യ കൊടുക്കുന്നുണ്ട്. ദ പേഷ്യന്റ് ഡസ് നോട്ട് അപ്പിയർ ടു ബി അനസ്തറ്റൈസ്ഡ് ആൻഡ് ക്യാൻ സ്വാലോ ആൻ ഓപ്പൺ ഐ ബട്ട് ഡസ് നോട്ട് പ്രോസസ് ഇൻഫർമേഷൻ. അവർ കണ്ണുറക്കാൻ പറ്റും, വിഴുങ്ങാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ദിസ് ഫോം ഓഫ് അനസ്തേഷ്യ മേ ബി യൂസ് ടു പ്രൊവൈഡ് അനാൽജിയ ഡ്യൂറിങ് ബ്രീഫ് സൂപ്പർഫിഷ്യൽ ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഓർ ഡയഗ്നോസ്റ്റിക് പ്രോസസ്. ഡയഗ്നോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ തൊലിപ്പുറത്തൊക്കെ സർജറി ചെയ്യില്ലേ, അങ്ങനത്തെ ഒക്കെ പരിപാടികൾക്ക് നമുക്ക് ഡിസോസിയേറ്റ് അനസ്തേഷ്യ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അവർക്ക് അൺകോൺഷ്യസ് പാർഷ്യലി ഉണ്ടായിരിക്കും, കംപ്ലീറ്റ്ലി പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. സോ സ്ട്രക്ചറിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സോ കെമിക്കൽ നെയിം എന്താണ്? 2-ക്ലോറോഫിനൈൽ 2-മെഥലമിനോ സൈക്ലോഹെക്സോൺ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ പ്രോപ്പർട്ടീസ് യൂസ് പറയുവാണെങ്കിൽ നമ്മൾ ക്രിസ്റ്റലൈൻ പൗഡറാണ്, ഫ്രീലി സോലബിൾ ഇൻ വാട്ടർ, എത്തനോൾ ആണ്. സോ ഇതിൻ്റെ പേര്, ഈ കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡിൻ്റെ വേറൊരു പേരാണ് ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്. സോ ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് എന്ന് ചോദിച്ചാൽ ഉടനെ മനസ്സിലാക്കിയുള്ളത് കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ അതുമാത്രമല്ല ഇതിനൊരു ഹാലൂസിനേഷൻ ആൻഡ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഡിസോസിയേഷൻ ഫ്രം ദ എൻവയൺമെൻറ്റ്. അതായത് ഇത് ചെയ്യുമ്പോൾ ഓൾ ദ സ്റ്റാർസ് ആർ ലൈക്ക് ട്വിങ്കിൾ സ്റ്റാർസ് എന്ന് പറയില്ല, ആ ഒരു പരിപാടിയാണ്. നമുക്ക് 5 പഠിച്ച ഫീലിംഗ് ആണ്, നമുക്ക് ഹാലൂസിനേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുമാത്രമല്ല ഇറ്റ് ഈസ് എ റാപ്പിഡ്ലി ആക്ടിങ് നോൺ ബാർബിച്ചുറേറ്റ് ജനറൽ അനസ്തേഷ്യ ആണ്. റാപ്പിഡ്ലി ആക്ട് ചെയ്യുന്ന നോൺ ബാർബിച്ചുറേറ്റ് അനസ്തേഷ്യ ആണ്. സോ അനസ്തേഷ്യ കാരക്ടറൈസ്ഡ് ബൈ പ്രൊഫൗണ്ട് അനാൽസിയ, നമുക്ക് പെയിന് പെട്ടെന്ന് പോകും എന്നുള്ളതാണ്. സോ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം. സോ ഫസ്റ്റ് ബെൻസീനിൽ ക്ലോറിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണുള്ളത്. സോ എന്താണ്, ബാക്കിയൊരു ഡബിൾ ബോണ്ട് ഓയും ഉണ്ട്. സോ 2 ബെൻസീനാണ്, ഇപ്പോഴേ അത് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. 2 ബെൻസീൻ റിങ്, അതിൽ ഒന്നിൽ തന്നെ എന്തുണ്ട്, അകത്ത് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഡബിൾ ബോണ്ട് ഓയാണ്, 2ാമത്തെ ബെൻസീനിൽ ഡബിൾ ബോണ്ട് ഓയാണെന്ന് മനസ്സിൽ ഇപ്പോൾ തന്നെ സ്ട്രക്ചർ നോക്കി വെക്കുക. സോ ചില ബുക്കുകളിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഞാൻ പഠിച്ച രീതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വൈറസ് ആണ്, എന്നെ സംബന്ധിച്ച് ഒരു വൈറസ് ആണ്. അപ്പോൾ വൈറസിന് എന്തുണ്ട്, കൊമ്പുണ്ടല്ലേ. സോ ഇങ്ങനെ വൈറസിന് സ്ട്രക്ചർ ഉണ്ടാവുക അല്ലേ, ഇതാണ് വൈറസ്. സോ വൈറസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ വൈറസ് ഒരു ബെൻസീൻ റിങ്. സോ ഇത് ക്ലോറിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കടിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ വൈറസിന് കാലുമുണ്ട് അല്ലേ. സോ ഇതാണ് കാല്. സോ ഈ ക്ലോറിൻ കടിച്ചു പിടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഡബിൾ ബോണ്ട് ഓയിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇത് കാലാണ് കേട്ടോ. ഇനി 2 കാലില്ല, പകരം ഈ 2 കാല് ഒരു ഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 കാലുണ്ട്, ഇവിടെ ഓ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ ഇനി എന്തുണ്ട്, നമുക്കിവിടെ NHCH3 ഉണ്ട്. സോ പഠിച്ചല്ലോ. ഇനി തിരിച്ചു വെച്ച് നോക്കിക്കേ, സെയിം സാധനം. ഇങ്ങനെ ഒരു സ്ഥലം തിരിച്ചു വെച്ചാൽ എല്ലാം സെയിം തന്നെ. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോൾട്ട്. ഓക്കെ, സോ പഠിച്ചില്ലേ, ഇങ്ങനെ പഠിക്കുക. നോർമലി ഒരു വൈറസ് ആണ്. സോ വൈറസിന് തലയുണ്ട്, അത് ക്ലോറിനെ കടിച്ച് പിടിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും ക്ലോറിൻ കടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ കാലും വരയ്ക്കണമല്ലോ. സോ കാലെന്താ 2 ഭാഗത്തേക്കാണ് ഉള്ളത്. ഇത് നടക്കുകയും ഓടുകയാണ്. സോ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ NHCH3 ഉണ്ട്. കഴിഞ്ഞു, സിമ്പിൾ അല്ലേ, പഠിച്ചില്ലേ. സോ ഇങ്ങനെയൊക്കെ ഷോർട്ട് ഫോം വെച്ച് പഠിക്കുക. സോ കീറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ്. സോ സിന്തസിസ് ഓഫ് കീറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമുക്ക് നോക്കണം. സോ നമുക്ക് സിന്തസിസ് ഓഫ് കീറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് പഠിക്കുക. ഇത് പഠിക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക, ഇവിടേക്ക് വരിക. സോ ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫസ്റ്റ് ബൈ ഇൻട്രാക്ടിങ് ഓഫ് O-chloro-benzonitrile and bromocyclopentane in the presence of strong alkali to yield an epoxy compound. So first of all നമുക്ക് ആരെ ഉണ്ടാക്കണം, എപ്പോക്സി കോമ്പൗണ്ടിനെ ഉണ്ടാക്കണം. ആരെ ഉണ്ടാക്കണം, എപ്പോക്സി കോമ്പൗണ്ടിനെ ഉണ്ടാക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുക, O-chloro-benzonitrile ബ്രോമോസൈക്ലോപെൻറ്റീനും കൂടെ ഒരു ആൽക്കലിയുടെ പ്രസൻസിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നു. അതായത് O-chloro-benzonitrile ബ്രോമോസൈക്ലോപെൻറ്റീനും ആരാണ്, 2 ലവേഴ്സാണ്. 2 പേരും പ്രണയത്തിലാണ്. അങ്ങനെ ഇവർക്ക് എന്തുണ്ടായി, ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിൻ്റെ പേരാണ് എപ്പോക്സി കോമ്പൗണ്ട്. ഓക്കെ അല്ലേ. സോ സെക്കൻഡ്ലി ദ റിസൾട്ടിങ് എപ്പോക്സി കോമ്പൗണ്ട് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് മിത്തലാമൈൻ ഫോം ആൻഡ് ഇമൈൻ. സോ ഈ എപ്പോക്സി കോമ്പൗണ്ട് അങ്ങനെ വളർന്നു, വലിയ കുട്ടിയായി. ആ സമയത്ത് മെത്തലാമൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മീഥൈലമൈൻ, ഞാൻ മെത്തലാമൈൻ എന്ന് പറഞ്ഞതേ മീഥൈലമൈൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായി. അവർക്കും ഒരു കുട്ടി ഉണ്ടായി. ആരാണ്, ഇമൈൻ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായി.
so which undergo molecular rearrangement upon heating in the presence of hydrochloric acid to yield ketamine hydrochloride. അങ്ങനെ ഇമൈൻ പഠിച്ച് വളർന്നു. അപ്പോൾ ഇമൈൻ എന്ത് ചെയ്തു, ഒരു കൂട്ട് കിട്ടി. ആ കൂട്ടാണ് ആര്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് വൃത്തികെട്ടവനാണ്. അപ്പോൾ അവ എന്ത് ചെയ്തു, ആ ഇമൈൻ്റെ മൈൻഡിനെയൊക്കെ അങ്ങ് റീഅറേഞ്ച് ചെയ്തു. അങ്ങനെ ആരുണ്ടായി, അങ്ങനെ ഇമൈൻ വളർന്ന് ഒരു കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡ് മാറി. അപ്പോൾ ഒരു ലവ് സ്റ്റോറി പഠിച്ചില്ലേ, സിമ്പിൾ അല്ലേ. ഓ ക്ലോറോ ബെൻസിൽ നൈട്രേറ്റും സൈക്ലോപെൻറ്റേനും ലവേഴ്സ് ആയിരുന്നു. അവർക്ക് എപ്പോക്സി കോമ്പൗണ്ട് എന്നൊരു കുട്ടി ഉണ്ടായി. അങ്ങനെ എപ്പോക്സി കോമ്പൗണ്ട് എന്ത് ചെയ്തു, മീത്തൈൽ അമൈനുമായിട്ട് പ്രണയത്തിലായി. അങ്ങനെ ഇമൈൻ എന്ന കുട്ടി ഉണ്ടായി. ഇമൈൻ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് കൂട്ടുകൂടി. അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ ഇമൈനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ചീത്ത സ്വഭാവമൊക്കെ കൂട്ടുകളൊക്കെ ആക്കി. അങ്ങനെ ആരുണ്ടായി, കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഉണ്ടായി. പഠിച്ചില്ലേ, സിമ്പിൾ അല്ലേ. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ സിന്തസിസും. നോക്കുക, വരച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രാവീനസ് അനസ്തേഷ്യ ഫുള്ളി പഠിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, സ്ട്രക്ചർ, യൂസ്, ഈ രണ്ട് സാധനവും പിന്നെ സിന്തസൈസും, അത് രണ്ടും വിട്ട് ഒരു കളിയും കളിക്കരുത്. സോ നമ്മൾ എന്ത് പഠിച്ചു, ജനറൽ അനസ്തേഷ്യ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ബാക്കി ഡ്രഗ്സുകളും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.